എൻ്റെ സീരീസിനകത്ത് അഭിനയിച്ചിട്ട്. ഞാൻ എൻ്റെ വീട്ടിലാണ്. പുള്ളിക്കാരൻ സീരീസുകളിലൊക്കെ സീരീസ് നീ സീരീസ് തുടങ്ങണ മോനെ, ഞാൻ അതിൽ നായകനായിട്ട് വരാം, പക്ഷെ പൈസ തരണം, എന്നെ തേച്ചിട്ട് പോകരുത്. ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടി നിന്ന് പോകാം. നിന്റെ കാര്യം പണിയാണ്, പണി നീ മനസ്സിലായി. അദ്ദേഹം പറയുന്നത് പുള്ളിക്കാരെ കളിച്ച് ചിരിച്ചിട്ട്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. തുടക്കത്തിൽ തന്നെ പറയാം, പ്രിയപ്പെട്ട നല്ല നല്ല വിഷയങ്ങൾ, സാമൂഹിക പ്രതിബദ്ധതയുള്ള, അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ കുളത്തിൽ ചാടിയിട്ടിൻ്റെ കാര്യങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ നിരന്തരം ഇവിടെ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലുള്ള വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർ അങ്ങോട്ട് പോവുക. ഇവിടെ മറ്റ് ചില മനുഷ്യരുടെ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അതുമായിട്ട് വേറെ മനുഷ്യർ കുറേ സംസാരിക്കുന്ന ഒരു കാര്യങ്ങളുടെ അകത്ത് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്ന ഈ ഒരു വീഡിയോ. ആ താല്പര്യമുള്ളവർ മാത്രം കാണുക. ദയവായി, ഞാൻ റെസ്പെക്റ്റോടുകൂടിയാണ് സംസാരിക്കുന്നത്. എന്നെ വിമർശിക്കുന്നവരോടും ഇത് കാണാൻ താല്പര്യമുള്ളവരോടും ഇല്ലാത്തവരോടും ഒക്കെ റെസ്പെക്റ്റോടുകൂടിയാണ് പറയുന്നത്. ദയവായി അതുകൊണ്ട് നിങ്ങൾ മറ്റു വിഷയങ്ങളിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോവുക. ഒരു മുഖവരി ഇട്ടതിന് സോറി, കാരണം ഈ വിഷയം ഇഷ്ടമില്ലാത്ത പല ആൾക്കാരുണ്ട്, അതുകൊണ്ട് അവരോട് മാത്രം പറഞ്ഞത്. ഇനി ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല. രേണു സുധി, രജിത് കുമാർ, അതുപോലെ തന്നെ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട്, അലൻസിയർ, നിള നമ്പ്യാർ, ഇങ്ങനെ തുടങ്ങി ഒരു കൂട്ടം ആൾക്കാർ. അതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ പറഞ്ഞു, നമ്മുടെ മല്ലു ഗോമസ് എന്ന് പറയുന്ന ആ ഒരു കപ്പിൾ, അവർ അന്ന് ഞാൻ അവരുടെ വീഡിയോക്കകത്ത് ഞാൻ അവരെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ ആ ചേച്ചിയും അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ അവരുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുക, എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ അദ്ദേഹം ഒരു ഡോക്ടറാണ്, വളരെ നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. സോ അവർ വിളിച്ചിട്ട് ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് രേണു സുധിയുടെ ഒരു കാര്യത്തിന് അത് എന്താണ് ഇവരിങ്ങനെ ആക്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം വളരെ മാന്യമായി എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഇപ്പം രേണു സുധി ഒരു വിഷയം ഇപ്പോൾ അടുത്ത് യസ്മ സീരീസിലേക്ക് പോകുന്നു. അതായത് ഇനി അവർ പൂർണ്ണമായി നഗ്നയാവാൻ വേണ്ടിയിട്ട് പോകുന്നു. അവരുടെ മറ്റു തരത്തിലുള്ള വീഡിയോസ് എല്ലാം ഉടനെ വരാൻ വേണ്ടിയിട്ട് പോകുന്നു അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു. അത് ശരിയോ തെറ്റോ, അത് അവരുടെ തീരുമാനങ്ങളാണ്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ചർച്ചയുണ്ട്. ഈ ഒരു ഡിസ്കഷൻ്റെ അകത്ത് മറ്റൊരു വ്യക്തിയുടെ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് രജിത് കുമാറാണ്. രജിത് സാർ, അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു ചോദ്യത്തിനുള്ള ആൻസർ നിങ്ങൾ ആദ്യം കേൾക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. ആരും ചെയ്യാൻ മടിക്കുന്ന ആ ടൈപ്പിലുള്ള എന്ത് വിഷം കിട്ടിയാലും ചെയ്യും. സീരീസ് നീ സീരീസ് തുടങ്ങണ മോനെ, ഞാൻ അതിൽ നായകനായിട്ട് വരാം, പക്ഷെ പൈസ തരണം, എന്നെ തേച്ചിട്ട് പോകരുത്. ഓക്കെ, രജിത് സാർ പറഞ്ഞ കാര്യം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, യസ്മ സീരീസിൽ അഭിനയിക്കുമോ ഡോക്ടർ രജിത് കുമാർ? അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരെ തിരിച്ച് ചോദിക്കുന്നത്, നീ തുടങ്ങണ മോനെ, എനിക്ക് പൈസ കിട്ടിയാൽ മതി, ഞാൻ ചെയ്യും. അപ്പോൾ ഡോക്ടർ രജിത് കുമാർ ഈ പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറ്റായിട്ടോ അല്ലെങ്കിൽ അയ്യേ യസ്മ സീരീസിലോ നിങ്ങളോ എന്നുള്ള കാര്യം നിങ്ങൾ ആരും ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സെയിം സാധനം ഇപ്പോൾ നമ്മുടെ പുതിയാണ് സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നേനെ? നേരെ തിരിച്ച് അത് വേറെ ലെവലിലേക്ക് മാറിയേനെ. അതാണ് വ്യത്യാസം. നമുക്ക് ഒരേ വിഷയത്തിൽ രണ്ട് തരം കാഴ്ചപ്പാട് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഒന്ന് കാണിക്കുക എന്നുള്ള കാര്യമാണ്. പിന്നെ ഒരു കാര്യം, ഇനി നമ്മുടെ ഈ അലൻസിയറിൻ്റെ നിള നമ്പ്യാർ അലൻസിയറിലേക്ക് പോകാം. അതിന് മുമ്പ് രേണു സുധി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം വീണ്ടും ഒരു അവരുടെ പ്രോവോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് പോലൊരു കാര്യമാണ്. സോ എന്താണ് കാരണം എന്നുള്ളതും കൂടെ അവർ പറയുന്നുണ്ട്. നമുക്ക് കാണാം. വരട്ടേന്നേ, വിമർശിക്കട്ടേന്നേ, നമുക്ക് എന്നാന്നേ വിമർശിച്ചു, നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ. അവര് ഞാൻ എന്ത് ചെയ്താലും അത് വിമർശിക്കട്ടേന്ന്, കാരണം നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ. എന്നെ വന്ന് ഞാനത് പലപ്പോഴും പറഞ്ഞു, എന്നെ വന്ന് ഇങ്ങനെ ഞുള്ളിപ്പറിച്ച് എനിക്ക് വേദന എടുക്കും. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിന് എനിക്ക് ഒന്ന് കല്ലാന്ന് തോന്നുന്നു. സോ എനിക്കൊരു വേദനയില്ല. ഞാൻ എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ചോദ്യം, ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം നിരന്തരമായിട്ട് കാര്യം, ഇവരൊരു കള്ളിയാണ്, ഇവർ മഹാഫ്രോഡാണ്, ഇവർ ലോക ഉടായ്പാണ്, ഇവരെ എന്തിനാണ് നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്? ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതേ ഇല്ല. പ്ലീസ് നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ഞാനെന്നുള്ള വ്യക്തിയുടെ സപ്പോർട്ട് എന്തിനാണ് രേണു സുധിക്ക്? ഞാനൊരു യൂട്യൂബറാണ്, എൻ്റെ ഒരു കോണ്ടന്റിൻ്റെ പാർട്ട് മാത്രമാണ് ഈ പറഞ്ഞ രേണു സുധി എന്നുള്ള കാര്യം. പക്ഷേ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. കാരണം ഇതുപോലെ ഇപ്പം ഈ അടുത്ത കാലത്തെങ്ങും ഒരു ആക്രമണം മറ്റൊരാൾക്കെതിരെ ഞാൻ കണ്ടിട്ടില്ല. കേട്ടുകേൾവില്ലാത്ത രീതിയിൽ ഒരു വിധവ എന്നുള്ള രീതിയിൽ മറ്റേ സ്വപ്ന സുരേഷ് ഗോൾഡ് കേസ്, സ്വർണ്ണക്കടത്ത് കേസിനകത്തുള്ള പ്രതിപ്പട്ടികയിനകത്തൊക്കെ വന്നിട്ടുള്ള എന്തൊരു UAE കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസിന് അതുമായിട്ട് ബന്ധപ്പെട്ട് അലിഗേഷൻ വന്നിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സമൂഹത്തിൽ എല്ലാവർക്കും വച്ചാരാധിക്കാനൊക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു വിശിഷ്ടമായ വ്യക്തിത്വം വന്നിട്ട് ഇവരെ മറ്റേ ഫോട്ടോഷൂട്ട് നടത്തി ഒക്കെയാണ് പറയുന്നത്. ഈ സ്ത്രീയുടെ നേവൽ കാണിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്ന നമ്മൾ വിഗ്രഹങ്ങളായിക്കോട്ടെ, മറ്റുള്ള ഈ ആചാരപരമായിട്ടുള്ള ഫോട്ടോകൾ വരച്ചായിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളുടെ അകത്ത് ഫോട്ടോഗ്രാഫിക്കകത്തും ഈ വിഗ്രഹങ്ങളുടെ സംഭവത്തിൻ്റെ അകത്ത് ഇത്രയും വലിയ കുലീനത പറയുന്ന ആൾക്കാർ, നിങ്ങൾ കൊത്തുപണികൾ ചെയ്തേക്കുന്ന കാര്യങ്ങൾ, വിഗ്രഹങ്ങൾ പോലെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ ദ്വാരപാലക അടക്കം മറ്റ് പല കാര്യങ്ങൾ,
ഇതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പല ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടോ? അതിനകത്ത് കുത്തിവെച്ചിരിക്കുന്നതൊക്കെ എന്താ? നഗ്നമായ സംഭവങ്ങളല്ലേ? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് മനുഷ്യർ തന്നെ കൊത്തി ഇന്ന് നമ്മൾ ആരാധിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഉള്ളതാണ്. അത് പലയിടത്തും ഉണ്ട്. സോ അതൊക്കെ ഒരു കൾച്ചറിൻ്റെ പാർട്ടാണ്. അതൊക്കെ ഒരു കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കുറച്ച് ലോക വിവരം കൂടുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതൊന്നും തെറ്റല്ല. സോ ഇവിടെ ഇത് മാത്രം എങ്ങനെ തെറ്റാവും? രേണുസുതി മറ്റേ ഫോട്ടോഷൂട്ട്, ഓക്കെ, നിങ്ങളുടെ അഭിപ്രായമാണ് കേട്ടോ. ഞാനൊരിക്കലും താങ്കളുടെ അഥവാ ഈ കേൾക്കുന്ന വ്യക്തിക്ക് എന്നോട് ഇപ്പോൾ ഇത് കേൾക്കും എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളുടെ അഭിപ്രായത്തിന് ഞാൻ മാനിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു അങ്ങേയറ്റം. ബട്ട് ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അതിനെ നിങ്ങൾ ദയവായി റെസ്പെക്ട് ചെയ്തില്ല എങ്കിലും അത് നിങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ പറയുന്ന ബാക്കി കേൾക്കാം. ചമ്മലുമില്ല, ഒന്നുമില്ല, ഒരു വികാരം ഈ ഒരു നെഗറ്റീവ് കമൻസ് കൊണ്ടോ എനിക്ക് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ എന്നെ തളർത്താന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് എല്ലാവരും ഒറ്റ വാക്കി പറയാം, രേണുസുതി ഇനി നിങ്ങളുടെ എന്തൊക്കെ പറഞ്ഞാലും ഒരു തുള്ളി പോലും വിഷമിക്കത്തില്ല. കാരണം എൻ്റെ മനസ്സ് കല്ലാണ്. സോ എന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ വന്ന് എന്നെ തല്ലിയാൽ എനിക്ക് വേദനിക്കും. എന്ന് പറഞ്ഞാൽ തല്ല. ആക്ച്വലി ഇവർ പറയുന്നതൊക്കെ ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഉപജീവനത്തിന് വേണ്ടിയിട്ട് അവർ തൊഴിൽ സ്വീകരിച്ചു. അവരിപ്പോൾ ഫോട്ടോ ഈ പറയുന്ന ഷൂട്ടും മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഈവൻ നഗ്നമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ. ഞാൻ ചോദിക്കട്ടെ, മലയാള സിനിമയിലെ പൂർവ്വകാലത്ത് ചെമ്മീൻ മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഷീല നടികളായിട്ട് വന്നിട്ടുള്ള പല നടികളും ഇപ്പം വളരെ പ്രശസ്തരായിട്ടുള്ള ഇന്നും നിലനിൽക്കുന്ന പല ആൾക്കാരുണ്ട്, പല ആക്ട്രസ്മാരുണ്ട്. അവരുടെ എല്ലാവരുടെയും എന്താണ് പല തരത്തിലുള്ള ഫോട്ടോസും മറ്റുള്ള വീഡിയോസും സിനിമയിൽ അഭിനയിക്കുന്നത്, അത് എത്രയോ പേരെ ടെക്നീഷ്യൻസിൻ്റെ മുമ്പിൽ അഭിനയിക്കുന്നതൊക്കെ കണ്ടവരാണ് നമ്മൾ. ഇവിടെ ബി ഗ്രേഡ് മൂവീസൊക്കെ ഒരുപാട് ഷക്കീല, രേഷ്മ, സജിനി, കുറേ ആൾക്കാരുണ്ടല്ലോ, ഇവരെല്ലാവരും കണ്ടവരാണ് നമ്മൾ. ഇത് കണ്ടവർക്കൊക്കെ അറിയാം. അപ്പം ഈ പറയുന്ന ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളും മസാലപരമായിട്ടുള്ള സിനിമകളിൽ പോലും മസാല രംഗങ്ങളടക്കം കാണുന്നവരാണ് നമ്മൾ. ഇന്ന് പല സീരീസുകളുണ്ട്, മറ്റുള്ള പല കാര്യങ്ങളുണ്ട്. നിളാ നമ്പ്യാരെ കുറിച്ച് അറിയാത്തവരായിട്ട് അധികം ആണുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇങ്ങനെ പല ആൾക്കാരും എല്ലാം കാണും, നമ്മളെല്ലാവരും കാണും. എന്നിട്ട് ഒരു സ്ത്രീയോട് മാത്രം എന്തിന് ഈ ഒരു കാര്യം ചോദിക്കുന്നു? നിങ്ങളത് കണ്ടതല്ലേ? നിങ്ങൾക്ക് അത് കാരണം സംതൃപ്തി കിട്ടിയതുമല്ലേ? ഈ സ്ത്രീ നാളെ അവർ യസ്മ സീരീസിൽ അഭിനയിക്കും എന്നുള്ള രീതിയിലേക്കൊക്കെ ഒരു സംഭവം പറയുന്നു. അവർ ചിലപ്പോൾ ഈ കേട്ട് പിന്നെ എന്തുവാടെ ഒരു സമൂഹം മൊത്തത്തിൽ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, നീ അതല്ലേ. ഞാൻ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, ചങ്ങമ്പുഴയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എനിക്ക് വളരെ വേദന തോന്നിയിട്ടുള്ളൊരു കാര്യവും. പക്ഷേ ആ മനുഷ്യൻ അങ്ങനെ എത്താനുള്ള റീസൺ എന്തായിരുന്നുള്ളതാണ്. ഇത് സത്യമാണോ ഇല്ലെന്ന് അറിയത്തില്ല. ഞാൻ കേട്ടിട്ടുള്ള കഥ ഇങ്ങനെയാണ്. ചങ്ങമ്പുഴ പണ്ട് നിരന്തരമായിട്ടും തൻ്റെ വീട്ടിലേക്കുള്ള മണ്ണെണ്ണ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കള്ള് ഷാപ്പിൻ്റെ തൊട്ടടുത്തുള്ള ചാരായ ഷാപ്പിൻ്റെ തൊട്ടടുത്തുള്ള റേഷൻ കടയിൽ പോയിട്ട് മണ്ണെണ്ണ വാങ്ങി തിരിച്ചു വരും. അപ്പം ഈ സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു പോകുന്ന ഇദ്ദേഹത്തിനെതിരെ ആൾക്കാർ ചുമ്മാ ഇറക്കിയ ഒരു കഥ, അയാൾ നിരന്തരം മദ്യപാനിയായിട്ട് എപ്പോഴും വെള്ളമടിച്ചുകൊണ്ട് നടക്കുന്നതാണ്. നിരന്തരം കേട്ട് ഒടുവിൽ അയാൾക്ക് ആ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതിന് അപ്പുറത്തേക്ക് അതിക്രമിച്ചപ്പോൾ അയാൾ ഒരു മദ്യപാനിയായിട്ട് മാറി എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ശരിയോ തെറ്റോ എനിക്കറിയില്ല. വളരെ തുച്ഛമായ കാലഘട്ടത്തിൽ ജീവിച്ച ഞാൻ മനസ്സിൻ്റെ അകത്ത് വച്ചാരാധിക്കുന്ന ഏറ്റവും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഒന്ന് ചങ്ങമ്പുഴ, ഒന്ന് കുമാരനാശാൻ, ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം ഒരാളാണ് അദ്ദേഹം. വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോയൊരു മനുഷ്യൻ. സോ അതും ഉണ്ട്. ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ഒരു ശരീരം വിൽക്കുന്ന, ജീവിക്കാൻ വേണ്ടി ശരീരം വിൽക്കുന്ന സ്ത്രീയെക്കുറിച്ച് നിങ്ങളെന്ന് പറയും. ജീവിക്കാൻ വേണ്ടി അവർ ശരീരം വിൽക്കുന്നു. ഓക്കെ, നമ്മൾ പട്ടായ, തായ്ലാൻഡ്, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തെരുവോരത്താക്കുന്ന പെണ്ണുങ്ങളെക്കുറിച്ചൊക്കെ ഇവരൊക്കെ ഇതൊക്കെയാണെന്നൊക്കെ പറയും. നമ്മൾ റെഡ് സ്ട്രീറ്റിലെ സ്ത്രീകളെക്കുറിച്ച് വളരെ വലിയ കഥകൾ പറയും. അവരൊക്കെ പാവങ്ങളാണെന്നൊക്കെ പറയും. നമ്മൾ ആ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി തൊഴിലെടുക്കാൻ വേണ്ടി സ്വന്തം ശരീരം വിൽക്കുന്നവരെ കുറിച്ച് നമ്മൾ വലിയ വർത്തമാനം പറയും. അപ്പോൾ പിന്നെ അവരെയൊക്കെ നമ്മൾ വലിയ മഹത്വവൽക്കരിക്കുമ്പോൾ ഇവർക്ക് മാത്രം എന്താണ് പ്രശ്നം? അതിന് വേണ്ടിയിട്ടുള്ള എന്ത് തെറ്റാണ് ഇവർ ചെയ്തിട്ടുള്ളത്? ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറയൂ. നമ്മൾ കണ്ടിട്ടുള്ള കൾച്ചറിൻ്റെ അകത്ത് ബന്ധപ്പെട്ടിട്ടുള്ള വരകളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് നഗ്നതകൾ നമ്മൾ പ്രദർശിപ്പിക്കപ്പെട്ട് നമ്മൾ വച്ച് ആരാധിക്കുന്നുണ്ട്, അതിനെ പുകഴ്ത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഈ സ്ത്രീയെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തണം? ഈ സ്ത്രീ അതിനു വേണ്ടിയിട്ട് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു വിധവയായതുകൊണ്ടാണോ? സ്വപ്ന സുരേഷിൻ്റെ വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവരെന്തോ ഒരു മഹാപാപം കാണിച്ചു, നേവൽ വെച്ചിട്ടുണ്ട്. ഇവരാദ്യമായിട്ടാണോ ഈ ഫോട്ടോഷൂട്ടൊക്കെ കാണുന്നത്? ഈ സ്വപ്ന സുരേഷ് എന്നുള്ള കാര്യം ഒരു കൂപമണ്ടൂകം, ഒരു പൊട്ടക്കണറ്റിനകത്തുള്ള തവളയാണെന്നുള്ള കാര്യം അവരുടെ ന്യൂസൊക്കെ വലിയ കഥകൾ, അതൊക്കെ ഇവിടെ പറയാതിരിക്കുന്നത് നല്ലത്. അത് പോട്ടെ, നമ്മുടെ വിഷയമേ അല്ല. സോ അതൊക്കെ ചിലപ്പോൾ അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കാം, മേ ബി ചിലപ്പോൾ അവർ കാണിച്ചത് പോലും. അല്ലാതെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം അവരെന്താണെന്ന്. പോട്ടെ. അപ്പം ഇവിടെ എന്താണ് ഇവർ അതിനു വേണ്ടിയിട്ടുള്ള മഹാഭാവം കാണിച്ചത്? നിങ്ങൾ ഇത്രയും പറ. നമ്മൾ പല ക്ലാസിക് മൂവികളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതിനകത്തൊക്കെ നമ്മൾ ഇന്നും ആരാധിക്കുന്ന ഒരു സിനിമയാണ് തൂവാനത്തുമ്പിനകത്തുള്ള ആക്ട്രസ് വരുന്ന ആ ഒരു സ്ത്രീ, നമ്മൾ അവരെ കാണുന്നത്, അവരെ പോർട്രേ ചെയ്തിരിക്കുന്ന കാര്യം ശരിക്കും ലൈംഗികപരമായിട്ടാണോ? എന്നാൽ അതിനകത്ത് ആ ഒരു സാധനത്തിൻ്റെ ആസക്തി, മറ്റുള്ള കാര്യങ്ങൾ, വൈകാരികതയുടെ പാരമ്യം കാണിക്കുന്നില്ലേ? അത് മാത്രമാണോ? ഭരതൻ്റെ വൈശാലിക്കകത്തോ ആ കാണിക്കുന്ന സംഭവം ഒരു നടിയല്ലേ? ആ ഒരു നടി ആക്ട് ചെയ്തേക്കുന്നത് നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറ്റായ ഒരു ചിന്തയുണ്ടോ? ഇതുപോലെ എത്രയോ മാദക തിടമ്പുകൾ മലയാള സിനിമയ്ക്കകത്ത് ആടിത്തിമിർത്തിട്ട് പോയി. അവരെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? ജയഭാരതി എന്നുള്ളൊരു ആക്ട്രസിൻ്റെ ഒരു സിനിമ നിങ്ങൾക്ക് മറക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇതുപോലെ എത്രയോ സിനിമകളുണ്ട്, ആദ്യഭാവം മുതൽ ഇങ്ങോട്ട് പലതും. എന്തിനാണ് ഇവർ
ഇവർ മാത്രം എങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കാവും എന്നുള്ള ചോദ്യം, ഒരു ചെറിയൊരു ചോദ്യം. അവർ എസ്മാ സീരീസിൽ അഭിനയിക്കുകയാണെങ്കിൽ അത് രജിത് സാർ പറഞ്ഞെന്താ, അതിനകത്ത് പൈസ കിട്ടുവാണെങ്കിൽ ഞാൻ അഭിനയിക്കും, അദ്ദേഹം ഒരാണാണ്, അദ്ദേഹം പറഞ്ഞാൽ ആരും കുറ്റം പറയത്തില്ല. എസ്മാ സീരീസിൽ രജിത് സാർ ആണെങ്കിൽ അഭിനയിച്ചോട്ടെ, ഇത് പക്ഷേ ഒരു സ്ത്രീയാണ്, ഇവർ വിധവയാണ്, ഇവർക്ക് പറ്റത്തില്ല. ആ ഒരു ഇരട്ടത്താപ്പ് ശരിയാണ്. ഇത് മാത്രമാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, സോ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നുള്ളൂ. കഴിഞ്ഞില്ല. രേണു എന്താ പറയാനുള്ളത്? സന്തോഷം. ഇതിലേക്ക് വിളിച്ചതിന് സാറിന് ഒരുപാട് നന്ദി. ഒരുപാട് എല്ലാ പ്രേക്ഷകർക്കും നന്ദി, എല്ലാവർക്കും നന്ദി. അതുപോലെ ദാസേട്ടനെ കാണാൻ പറ്റി, ഒത്തിരി സന്തോഷം. സിനിമ ഒരു വൻ വിജയമാക്കി എല്ലാവരും തീർക്കണം. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഞങ്ങളെ ഒരു ആൽബം നാളെ ഷൂട്ടുണ്ട്. ആ റീൽസിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു ആൽബത്തിൽ അഭിനയിക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ പുറത്തുവിടാൻ ഡയറക്ടർ അനുവാദമില്ല. ആൽബം ഉണ്ടായിരിക്കും നാളെ കൊച്ചിയിലായിരിക്കും, കൊച്ചി ടൗണിലായിരിക്കും ലൊക്കേഷൻ ഒക്കെ. നാളെ വൈകുന്നേരം വരെ ഞങ്ങളുടെ ഷൂട്ട് ഉണ്ടായിരിക്കും. എല്ലാവിധ ആശംസകളും. ദാസേട്ടനെ കുറിച്ച് ചോദിക്കുമ്പോൾ രേണുവിന് 100 നാവാണ്, ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് ഒരു സഹോദരനെ പറ്റി ചോദിക്കുമ്പോൾ സഹോദരിക്ക് 100 നല്ല അഭിപ്രായം ഉണ്ടാവും അല്ലേ? ഒരു സഹോദരനെ പറ്റി ചോദിക്കുമ്പോൾ ഒരു സഹോദരിക്ക് 100 നാവുണ്ട്. ഈ ദാസേട്ടനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? ഇയാൾ മറ്റേ പെണ്ണുപിടിയൻ, മറ്റവൻ ആഭാസനത്, അഥവാ അങ്ങനെ ആണെങ്കിൽ പോലും അയാളുടെ വ്യക്തി ജീവിതത്തിൻ്റെ അകത്ത്, പേഴ്സണൽ ലൈഫിൻ്റെ അകത്ത് കാണിക്കട്ടെ. ഇത് കാണിക്കാത്തവരെന്നല്ലോ പല ആൾക്കാരും, ആയിക്കോട്ടെ. പക്ഷേ അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, സഹോദരി, സഹോദരൻ, സഹോദരി. ദാസേട്ടനെ കുറിച്ച് പുള്ളിയായിട്ട് നേരിട്ട് പരിചയമുള്ള ഒരാളാണ് ഞാൻ. പുള്ളിയെക്കുറിച്ച് അറിയുന്ന ആൾക്കാരെ എനിക്കറിയാം. അയാളെക്കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായം ഞാനെങ്കിലും കേട്ടിട്ടില്ല കേട്ടോ. ഇത്രയും സ്ത്രീകളുമായിട്ടൊക്കെ അഭിനയിക്കുകയും മറ്റുള്ള പല കാര്യങ്ങൾ കാണിച്ചതിന് ശേഷം അയാളെക്കുറിച്ച്, അയാൾക്കും മകൾ ഒക്കെ ഉള്ള ഒരാളാണ്. അയാൾ ആ ഒരു തരത്തിലേക്കൊക്കെ പോകുന്നത്, അതൊക്കെ ആക്ടിങ് ആടേ. സിനിമയ്ക്കകത്ത് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, സ്ത്രീകളുമായിട്ടൊക്കെ കിടക്ക പങ്കിടുന്ന രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരെയൊക്കെ നിങ്ങൾ മോശം നിങ്ങൾ പറയൂ. നഗ്നമായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ, നഗ്നരായിട്ട് അഭിനയിച്ചിട്ടുള്ള നടന്മാരുണ്ട്, അവരെക്കുറിച്ച് നിങ്ങൾ മോശം പറയൂ. അതൊന്നും ഇല്ലാത്ത കാര്യം എന്താ ഈ സ്ത്രീയിൽ മാത്രം ഇത്രയും കുറ്റം? എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല, സീരിയസ്ലി. നിനക്ക് പണിയാവും. അല്ല, വേറെ കാര്യം അത് നല്ലതാണ്. പോസിറ്റീവ് നോക്കണ്ടോ, പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലാണ്ട് പണികളിൽ നടക്കും. കഷ്ടപ്പെടുന്നത് രേണുവിന് മാത്രമേ അറിയത്തുള്ളൂ. ഇതിന്റെ നല്ല വശങ്ങൾ എടുക്കില്ല, വയറ് നിറയാണ് കൊടുക്കുന്നത്. ഞാൻ കാര്യം പറ്റേ, ഒരു സിനിമയ്ക്ക് വിളിക്കുന്ന ആരാ? ഈ സോഷ്യൽ മീഡിയയിൽ എന്ത് തെറ്റി പറയുന്നത് നമ്മളല്ലേ വിളിക്കുന്നത്. പറഞ്ഞോട്ടെ, ഇവരാരാണ് എന്താണെന്ന് നമുക്കറിയാം. ഒരു കാര്യം ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടി നിന്ന് പോകും. നിന്റെ കാര്യം പണിയാണ്. ഒന്നല്ല, ഇവളുടെ അദ്ദേഹം പറയുന്നത് പുള്ളിക്കാരെ കളിച്ച് ചിരിച്ചിട്ട് പോവും, നിന്റെ കാര്യം പണിയാവുന്നതാണ്. എന്തായാലും രേണുസുധിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും രേണുസുധി പുള്ളിക്കാരനോട് അഭിനയിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം പിന്നെ തുല്യമായിട്ടുള്ള പങ്കാളിത്തം. ഒരു വിഷയം നടക്കുന്ന സമയത്ത് അതിനകത്ത് ഈ വ്യക്തി മാത്രമാണ് കുറ്റം. ആണെങ്കിൽ രേണുസുധിക്ക് ഇയാൾ ഇപ്പം രജിത് സാർ നേരിട്ട് പറഞ്ഞു, ഇനി ഈ പുള്ളി പണി തരും എന്നുള്ള. അങ്ങനെയാണെങ്കിൽ രേണുസുധിക്ക് ഉള്ളൊരു ഓപ്ഷൻ എന്താ? ഇയാളോട് ചെയ്യാതിരിക്കാം. അങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ. അതർവൈസ് അവരെ ചിന്തിച്ചിട്ട് ചെയ്യുന്നെങ്കിൽ അവരുടെയും കൂടെ ഒരു ഇതാണ്. അല്ലാതെ ഏകവിഷയമായിട്ട് ഇപ്പം നമ്മുടെ പുള്ളിക്കാരനെ മാത്രം കുറ്റപ്പെടുത്താനോ അയാൾ വലിയ മോശക്കാരനാണെന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പിന്നെ ഞാൻ എപ്പോഴും രേണുസുധിയോട് പറയുന്നൊരു കാര്യം കൂടെ, ചൂഷകവർഗം. അതായിരിക്കാം മേ ബി ഡോക്ടർ സാർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചൂഷകവർഗമുണ്ട്. ഇവരെ വച്ച് ഇവരുടെ ഈ ഒരു നിലവിലുള്ള റീച്ച്, നെഗറ്റീവ് ഓർ പോസിറ്റീവ് റീച്ച് തന്നെയാണ്. എത്ര പേരോ അത് കാണാൻ ആൾക്കാരുണ്ട് എന്നുള്ള കാര്യമാണ്. ഞാനടക്കമുള്ള ആൾ രേണുസുധി എന്നുള്ളൊരു വ്യക്തിക്ക് ആ സമൂഹത്തിൻ്റെ അകത്ത് അവരുടെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് കേൾക്കാൻ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്യുന്നത്. ഒരു സംശയം വേണ്ട. അവരെക്കുറിച്ച് ആര് കേൾക്കത്തില്ല എങ്കിലും എല്ലാവരും നിർത്തും. രേണുസുധിയുടെ വിഷയം സംസാരിക്കുന്ന കേൾക്കാൻ ആൾക്കാർ, നെഗറ്റീവ് ഓർ പോസിറ്റീവ് കേൾക്കാൻ ആളില്ലെങ്കിൽ ഒരൊറ്റ മനുഷ്യന്മാരും അവരുടെ വീഡിയോ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ റീച്ച് എന്നുള്ള സാധനമുണ്ട്. അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആ സാധനമുണ്ട്. ആ റീച്ച് കൊണ്ട് തന്നെയാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അവർ തന്നെയാണ്. ഇനി മറ്റൊരു വീഡിയോ കാണാം. ഇത് നിള നമ്പ്യാർ. ഇവരെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരും. അവരൊരു ആക്ട്രസ്, മോഡൽ, അതുപോലെ തന്നെ ന്യൂഡ് ഫോട്ടോഗ്രാഫി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ലേഡിയാണ്. അവരുടെ തൊഴിൽ പരമായിട്ട് ഇപ്പോൾ അവർ പുതിയ സംരംഭത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. സോ അത് കാണാൻ ആളുണ്ട്. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ഇറച്ചിക്കട, ഒരു കോഴിക്കട, അല്ലെങ്കിൽ ഒരു ബീഫ് കട, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഒരു അറവശാലയിൽ ഒരുപാട് മൃഗങ്ങളെ ഒരു ദിവസം കൊല്ലുന്നുണ്ട്, ഒരുപാട് കോഴികളെ കൊല്ലുന്നുണ്ട്, ഒരുപാട് മീറ്റ് എടുക്കുന്നുണ്ട്, അത് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അവർ. സോ ആരാണ് ഇത് തെറ്റുകാർ? ആ ഒരു ഇറച്ചിക്കട അവിടെ ഉണ്ടായിരുന്നു. ആ ഇറച്ചിക്കടയ്ക്കകത്തുള്ള നിരന്തരം ഒരു 100 കോഴി ഉണ്ടായിരുന്നു. രാവിലെ അപ്പോൾ 100 കോഴി, വൈകുന്നേരം ആയപ്പോൾ തീർന്നു. ഈ ഇറച്ചി വെട്ടിക്കൊടുത്തവനാണോ തെറ്റുകാരൻ? ആ ഇറച്ചിക്കടയിലേക്ക് നിരന്തരമായിട്ട് പോയി അവിടെ 1 കിലോയും 2 കിലോയൊക്കെ വാങ്ങി കോഴിയെ സെലക്ട് ചെയ്ത് അതിനെ അറുത്ത് പീസാക്കി കൊടുത്തതിന് ശേഷം പൈസ കൊടുത്ത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുന്നവനാണോ? ആരാണ് തെറ്റുകാരൻ? ഒരു ഹ്യൂജ് ഓഡിയൻസ് നിരന്തരമായിട്ട് നോക്കി ഇന്ന് ആസ്വദിക്കും.
അങ്ങ് കണ്ടങ്ങോട്ട് അവരുടെ മനസ്സിൻ്റെ അകത്തുള്ള ഭാരമൊക്കെ ഇറക്കി വയ്ക്കും. അവരുടെ ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കാൻ പറ്റാത്ത രഹസ്യ സ്വഭാവത്തോടെ അവ എല്ലാം കണ്ട് ആസ്വദിക്കും. എന്നിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് സദാചാരത്തിൻ്റെ ഒരു മുഖം ഇട്ടിട്ടുണ്ടെന്ന് പറയും, ഇതൊരു സ്ത്രീയാണിത്, ഇതൊരു വൃത്തികെട്ടവളാണ്, മ്ലേച്ഛത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ടാർണിഷ് ചെയ്യും. സോ ഇതിനെ അംഗീകരിക്കാൻ പറ്റും. അതുപോലെ ആ സ്ത്രീ കാണിച്ചത് കണ്ടവർ മാത്രം ഇന്ന് ഈ കമൻറ്റ് ബോക്സ് പിന്നെ നമുക്ക് നോക്കാം. അത് ഈ പറയുന്ന അലൻസിയർ ഇതിനകത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് കേൾക്കാൻ വേണ്ടി മാത്രമാണ്. എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ടോ എന്നാ പറഞ്ഞത്. അപ്പം നിങ്ങൾ കണ്ടു നോക്കൂ പുള്ളിയുടെ അഭിപ്രായം എന്താണ് എൻ്റെ സീരീസിനകത്ത് അഭിനയിച്ചിട്ട്. ഞാൻ എൻ്റെ വീട്ടിലാണ്. പുള്ളിക്കാരൻ ഈ അലൻസിയർ ഈ ഇവരുടെ പുതിയൊരു OTT പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. അതിനകത്ത് ഇതിനകത്ത് ഒരു ടൈപ്പ് ഓഫ് എസ്മ സീരീസ് പോലത്തെ പരിപാടി, സോ ന്യൂഡ് പരിപാടി വരും എന്നുള്ളതാണ്. അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പുള്ളി പറയുന്നതാണ്. വളരെ സുരക്ഷിതനായി സദാചാര ബോധത്തോടെ ജീവിക്കുന്നവനാണ്. എന്താണ് നിങ്ങളുടെ സനാതന ധർമ്മം? ഒന്നും പറയാനില്ല. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ മറ്റുള്ളവൻ്റെ ചരിത്രവും ചാരിത്രവും പരിശോധിക്കേണ്ട കാര്യമില്ല. ഞാൻ അഭിനയിക്കും, അതിൻ്റെ തൊഴിലാണ്. ആ തൊഴിൽ മേഖലയിൽ എന്ത് വേഷം കെട്ടാനും ഞാൻ തയ്യാറാണ്. ആരാണ് എൻ്റെ പിന്നിലുള്ളതോ ആരാണ് എൻ്റെ മുന്നിലുള്ളതെന്ന് ഞാൻ നോക്കേണ്ടതില്ല. അവരുടെ ചരിത്രം എനിക്കറിയേണ്ടതില്ല. സുഹൃത്തെ, ഇത്രയേ പറയാനുള്ളൂ. നിങ്ങളൊക്കെ ഇത്രയും നിഷ്കളങ്കരായി പോയല്ലോ, കളങ്കമില്ലാത്തവരായി പോയല്ലോ. ഞാൻ ലജ്ജിക്കുന്നു നിങ്ങളെ ഓർത്ത്. എന്തിനാണ് നിങ്ങൾ പത്മരാജൻ്റെയും ഭരതൻ്റെയും അടൂർ സാറിൻ്റെയും സിനിമ ആഘോഷിക്കുന്നത്? ദിസ് ഈസ് ദ പോയിന്റ്. ഭരതൻ, പത്മരാജൻ, അടൂർ സാർ, ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ വാനോളം പോയിട്ട് അവരുടെ ക്ലാസിക് സിനിമകൾ, കൾട്ട് ക്ലാസിക് നമ്മൾ വാഴ്ത്തിപ്പാടും. അതിനകത്തുണ്ടായിരുന്ന ദൃശ്യങ്ങളിൽ പല കാര്യങ്ങളും വേണമെങ്കിൽ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന ഞാൻ പറയത്തില്ല. ബിക്കോസ് അതിൻ്റെ സൗന്ദര്യത്തിലാണ് അവർ ചെയ്തേക്കുന്നത്. സ്ത്രീത്വത്തിനെ പോലും അതിൻ്റെ വശ്യതയിൽ, സൗന്ദര്യത്തിൽ, അതിൻ്റെ മാദകത്വത്തിൽ ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില സിനിമകളിലൊക്കെ വൾഗർ റേപ്പുകളൊക്കെ പണ്ട സിനിമകൾ കണ്ടിട്ടുണ്ട്. അത് നടിമാർ തന്നെയാണ്, ഇന്നത്തെ പല പ്രമുഖരായിട്ടുള്ള നടിമാർ. ഓക്കെ, ആ വിവരമുണ്ടോ? വിവരക്കേടില്ലാത്തവരോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. പട്ടികൾ കുരയ്ക്കും, അതിനെടുത്ത് കല്ലെറിയാൻ നിന്ന് കഴിഞ്ഞാൽ എന്നും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. പുള്ളി സ്ക്രിപ്റ്റ് കേട്ടിട്ട് തന്നെയാണ് ഇഷ്ടമായിട്ട് തന്നെ. സോ നിള നമ്പ്യാരുടെ ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് അദ്ദേഹവും അഭിനയിക്കുന്നു. അപ്പം ഞാനിവിടെ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കട്ടെ, എന്താണ് ഇവിടെ കാണാം. ലെജൻസിൻ്റെ കമൻറ്റ്, ആ കിളവനെ കൊണ്ട് എന്ത് ചെയ്യാൻ, പ്രക്ഷേപണം നിലച്ച നിലയത്തിൽ നിന്നെന്നൊക്കെ പറയുന്നു. ബെസ്റ്റ് വിഷസ് പറയുന്നുണ്ട്. നിള ഡ്രീം ഗേൾ സൂപ്പർ കീ പ്രോ. ഓക്കെ, നല്ല കമൻറ്റൊക്കെ ഉണ്ട്. നിള നമ്പ്യാർ പൊളി, ചേച്ചി പൊളിക്ക്, ഓൾ ദ ബെസ്റ്റ്, വർക്ക് ഹാർഡ്, യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് റിസൾട്ട് എന്നൊക്കെ പറഞ്ഞു. ആസിയായിത്ത അടിപൊളി, ഞാൻ കണ്ടു എല്ലാം ഓക്കെ എന്നൊക്കെ പറഞ്ഞു. കുരയ്ക്കുന്നവർ കുരയ്ക്കട്ടെ. സോ ഫുൾ സപ്പോർട്ടാടാ, ഇതിനകത്തൊക്കെ ഫുൾ സപ്പോർട്ട്. നിള നമ്പ്യാർ കാണിച്ചിട്ടുള്ള, അവരെ കുറ്റപ്പെടുത്തിയല്ല കേട്ടോ. നിള നമ്പ്യാർ ഇത് കാണുന്നെങ്കിൽ സീരിയസ്ലി നിങ്ങളെ ഞാൻ ഒരു കുറ്റവും പറഞ്ഞുകൊണ്ടല്ല, നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, ഒരിക്കലുമല്ല. ബട്ട് നിള നമ്പ്യാർ അറ്റ്ലീസ്റ്റ് കാണിച്ചിട്ടുള്ളതിൻ്റെ 4 അംശത്തിൻ്റെ 7 പോലും ഈ പറഞ്ഞ രേണു സുധി കാണിച്ചിട്ടില്ല. എന്നിട്ടും എന്തിനവരെ ഇത് കുറ്റം പറയണം എന്നുള്ളതാണ്. മോശമല്ലേ? വളരെ മോശമല്ലേ? സോ ഇത്രേ പറയാനുള്ളൂ. കല്ലെറിയുന്നവർക്ക് വീണ്ടും വരെ കല്ലെറിയാം. നിങ്ങളറിയുന്ന കല്ലും കൂടെ ചേർത്തുകൊണ്ട് നടന്നു പോകുന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഞാൻ എന്നുള്ളൊരു വ്യക്തിയുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ടേ ചെയ്തിട്ടില്ല. എൻ്റെ മുമ്പിൽ കണ്ടത് ശരി, ഞാൻ നിങ്ങളോട് പറയുന്നു. അത് നിങ്ങൾക്ക് തെറ്റായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ആ ഒപ്പീനിയൻ ഞാൻ ബഹുമാനിക്കുന്നു. ഗീവ് ആൻഡ് ടേക്ക്. എൻ്റെ ഒപ്പീനിയൻ നിങ്ങൾ എടുക്കാതിരിക്കുക, പക്ഷേ ഞാൻ നിങ്ങളുടെ ഒപ്പീനിയൻ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. സോ ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമ്പോസ് ചെയ്യപ്പെടുത്ത അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.